ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഹോർമോൺ ഡിസോർഡേഴ്സും പിന്നെ ഫെറോമോൺസ് എന്താണെന്ന് ജസ്റ്റ് നോക്കാനുള്ളൂ. അത്രേ നോക്കാനുള്ളൂ. നമ്മുടെ 4th ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞു. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോക്സിൻ്റെ അളവ് കൂടുതലാവുമ്പോൾ, എക്സസ് ആവുമ്പോഴുള്ള വരുന്ന കണ്ടീഷനാണ് എന്ത്, ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ നമ്മുടെ തൈറോക്സിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റാബോളിസത്തിൻ്റെ റേറ്റ് ഇൻക്രീസ് ആവും, വെയിറ്റ് ലോസ് സംഭവിക്കും, ഹാർട്ട് ബീറ്റ് കൂടും, പിന്നെ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യും, ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവും. അതൊക്കെയാണ് നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ, നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ തൈറോക്സിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റാബോളിസത്തിൻ്റെ റേറ്റ് ഡിക്രീസ് ആവുകയും ബോഡി വെയിറ്റ് കൂടുകയും ചെയ്യുന്നു. ഹാർട്ട് റേറ്റ് ഭയങ്കര സ്ലോ ആവും, പിന്നെ ഭയങ്കര ക്ഷീണം, പിന്നെ നമ്മൾ ചെറിയൊരു കോൾഡ് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിന് ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ്റെ അളവ് കുറയുക, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, തൈറോക്സിൻ്റെ അളവ് കൂടുക. ഇനി ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്ക് റീജിയനിൽ ഒരു സ്വെല്ലിങ്, ഒരു വീർക്കൽ ഉണ്ടാവുക. നമ്മുടെ അയോഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ നെക്ക് സ്വെല്ലൻ ചെയ്യുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഓഫ് ദ ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാൽ 70 to 100 പക്ഷെ 126 മാറുകയാണെങ്കിൽ, എബവ് ആയി മാറുകയാണെങ്കിൽ എക്സസീവ് ടേസ്റ്റും അതുപോലെ ഭയങ്കരമായിട്ട് വിശപ്പും ദാഹവും, പിന്നെ അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷനും, അതുപോലെ ഭയങ്കര വെയിറ്റ് ലോസും നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡയബറ്റിക് മെലിറ്റസ് ആണ്. 2 തരത്തിലുള്ള ഡയബറ്റിക്സ് നമുക്ക് നോക്കാനുണ്ട്. ഒന്നാമത് കഴിഞ്ഞാൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ഇൻസുലിൻ ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെയ്യുക, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഗ്ലൂക്കോഗോൺ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനൊന്നും കപ്പാസിറ്റി ഇല്ല, അതിനുള്ള എബിലിറ്റി ഇല്ലെങ്കിൽ, ഇൻസുലിൻ പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ, ലോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബീറ്റാ സെൽസ് ഡിസ്ട്രക്റ്റ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ ചില ഫാക്ടേഴ്സ്, നമ്മുടെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ്റെ വേരിയേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി കൺട്രോളൊക്കെ ലാക്ക് ആകുമ്പോഴോ, അതിന് ഇൻസുലിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ ഡിക്രീസ് ആകുമ്പോഴൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കാരണം കൊണ്ടും ഡയബറ്റിക്സ് സംഭവിക്കാം. അല്ലെങ്കിൽ ജന്മന ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ലാത്തതായിട്ടും അങ്ങനെയും വരാം. ഇനി ഡോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റണ്ടൻ ഗ്രോത്ത് ആൻഡ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോഫിൻ്റെ അളവ്. സൊമാറ്റോട്രോപ്പിക് ഹോർമോൺസ് എന്താണ്, ഗ്രോത്ത് ഹോർമോൺസ് ആണ്. അതിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റണ്ടഡ് ഗ്രോത്തിനെയാണ് ഡാർഫിസം എന്ന് പറയുന്നത്. ജൈൻജാൻറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് ഗ്രോത്ത്, നല്ല ഉയരം വയ്ക്കുന്ന ആ ഒരു സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിയിട്ട് നല്ല ഹൈറ്റ് വയ്ക്കുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, ജൈൻജാൻറ്റിസം എന്ന് പറയുന്നത്. എക്രോമെഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡി പാർട്സ് സച്ച് ആസ് പാമും അതുപോലെ ഫൂട്ടും അതുപോലെ ജോയും മാത്രം എക്സസീവ് ഗ്രോ ആയി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് പീരീഡൊക്കെ കഴിഞ്ഞ്, ഗ്രോത്ത് ഫേഴ്സൊക്കെ കഴിഞ്ഞ ഒരാളുടെ ശരീരത്തിലുള്ള പാമും ഫൂട്ടും ജോയൊക്കെ എക്സസീവായിട്ട് ഗ്രോ ചെയ്യുന്നതിനെയാണ് ആക്രോമെഗലി എന്ന് പറയുന്നത്. ആക്രോമെഗലി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. ഇനി നമുക്കറിയാം ഫെറോമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ആർ സെക്രീറ്റഡ് ബൈ ദ ഓർഗാനിസം ടു ദെയർ സറൗണ്ടഡ് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ സെയിം സ്പീഷീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകളൊക്കെ ഒരു ഫെറോമോൺസിൻ്റെ ബേസിലാണ് അവർ മ്യൂച്വലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയും അവർ തമ്മിലുള്ള ആ ലൈനപ്പ് ചെയ്ത് പോകുന്നതൊക്കെ എന്താണ്, ഫെറോമോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസിൻ്റെ, കെമിക്കൽ ഹോർമോൺസിൻ്റെ പ്രസൻസിലാണ്. ഈ ഫെറോമോൺ ഹോർമോൺസ് പലതരത്തിലുണ്ട്. ടെറിട്ടോറിയൽ ഹോർമോൺസ് ഉണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടെറിട്ടറി ഡിറ്റർമിൻ ചെയ്യാനുള്ള ഹോർമോൺസ് ഉണ്ട്. അതുപോലെ തന്നെ അഗ്രിഗേഷൻ ഫെറോമോൺസ് ഉണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ അവൈലബിൾ ആണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്രിഗേഷൻ ഫെറോമോൺസ് ഉണ്ട്. അലാം ഫെറോമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കണ്ടീഷനെ അലാം ചെയ്ത് വെക്കുന്ന അലാം ഫെറോമോൺസ് ഉണ്ട്. അതുപോലെ ട്രയൽ ഫെറോമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽ മാർക്കിംഗ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വഴി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ട്രയൽ ഫെറോമോൺസ് ഉണ്ട്. സെക്സ് ഫെറോമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേറ്റ്സിനെ, അതിൻ്റെ ഇണകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെക്സ് ഫെറോമോൺസും ഉണ്ട്. ഈ ആൻഡൊക്കെ മറ്റേ ആൻഡിനെ ഫോളോ ചെയ്യുന്നത് ഈ ട്രയൽ ഫെറോമോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉറുമ്പിൻ്റെ പിന്നാലെ തന്നെ ലൈനപ്പ് ചെയ്ത് പോകുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെറോമോൺസിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.